പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സങ്കീർത്തനം 126 3 വാക്യം. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഈ വാക്യത്തിൽ നിന്നും 2 ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമതായി, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ വലിയവയാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രസ്താവിക്കുകയാണ്, കർത്താവ് ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന്. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ദൈവമാണ് ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല, പക്ഷേ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്തിരിക്കുന്നു. 126 സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ബാബിലോണിയ പ്രവാസത്തിൽ നിന്നും മടങ്ങി വരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു ചിത്രമാണ്. ആ പ്രവാസത്തിന് ഒരു അറുതി ഉണ്ടാകുമെന്നോ അവർ വീണ്ടും സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുമെന്നോ അവർക്ക് യാതൊരു പ്രതീക്ഷയും സ്വപ്നങ്ങളും ഇല്ലായിരുന്നു. എന്നാൽ ദൈവം വലിയവ അവരുടെ ജീവിതത്തിൽ ചെയ്തപ്പോൾ അവരുടെ നിരാശകൾ മാറി, അവർക്ക് പ്രതീക്ഷകളുണ്ടായി. അവർ ആ മടങ്ങി വരവിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. എന്ന് വെച്ചാൽ, ഈ സംഭവിക്കുന്നത് യാഥാർത്ഥ്യമാണോ? ഈ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചു മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. അതിനപ്പുറമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഞങ്ങളുടെ സ്വദേശത്തേക്കുള്ളതായ ഈ മടങ്ങിപ്പോക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല, എന്നാൽ ദൈവം വൻ കാര്യത്തെയാണ് ചെയ്തിരിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം പ്രതീക്ഷിക്കുന്നതിനുമപ്പുറമായി, നാം ചിന്തിക്കുന്നതിനുമപ്പുറമായി നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്: സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ തന്നെ എന്ന് വായിക്കുന്നത്. മാനുഷികമായ ശക്തികൾക്ക്, മാനുഷികമായ കരുത്തിന് ഒരു ഉദാഹരണവും വിടുതലും തരുവാൻ കഴിയാത്ത മേഖലകളിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. രണ്ടാമതായി, ദൈവത്തിൻ്റെ പ്രവൃത്തികളോടുള്ള ശരിയായ പ്രതികരണമാണ് സന്തോഷിക്കുക എന്നുള്ളത്. ഇവിടെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ഈ ഇസ്രായേൽ ജനം വളരെ സന്തോഷിക്കുകയാണ്. ഇതുവരെയും അവരുടെ വായിൽ നിലവിളിയും അവരുടെ വാക്കുകളിൽ നിരാശയും അവരുടെ ഹൃദയങ്ങളിൽ ഭാരവും ഒക്കെയായിരുന്നു. അവരുടെ മുമ്പോട്ടുള്ളതായ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു പോയിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ മനസ്സുകൊണ്ട് സന്തോഷിക്കുവാനായിട്ട് തുടങ്ങി. അവരുടെ വായിൽ ചിരിയുണ്ടായി, അവരുടെ നാവിന്മേൽ ആർപ്പു നിറഞ്ഞു. യഹോവ ഞങ്ങൾക്ക് വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറഞ്ഞുകൊണ്ട് അവർ സന്തോഷിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തുതിയെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്. അതേ പ്രിയരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില വൻ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നാം മൗനമായിട്ടിരിക്കുവാനല്ല, മറിച്ച് നാം സന്തോഷത്തോടെ ദൈവത്തിൻ്റെ സ്തുതികളെ വർണ്ണിക്കുവാനും ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിപ്പിക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യവും മറക്കരുത്. നമുക്ക് കർത്താവിൽ നിന്ന് വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുകയും കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ മറ്റുള്ളവരോട് സാക്ഷീകരിക്കുകയും ചെയ്യാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.